ഏട്ടനുണ്ട്. അവര് രണ്ടുപേരും കൂടി ഇങ്ങ് വരും. മോളൊന്നുകൂടെ വിളിച്ചു നോക്കിയേ. വേണ്ട മോളെ, ഊണിനല്ലേ ഇടുമ്പോഴത്തേക്കും പപ്പ ഇങ്ങെത്തും. എല്ലാരും പോയ സ്ഥിതിക്ക് നമ്മളും കൽത്തോട്ടത്തിൽ വരെ പോകുന്നതല്ലേ ചേട്ടാ ഈ മര്യാദ? ഓണമല്ലേ? എനിക്കൊന്നിലും ശ്രദ്ധ ഉറപ്പിക്കാൻ കഴിയുന്നില്ല സുന്ദര. മനസ്സിന്റെ പിരിമുറുക്കം കൂടി വരികയാ. 21-ാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും ചെയ്തിരിക്കണം. കൊട്ടേഷൻ കൊടുത്ത് നമുക്ക് ആ പെണ്ണിനെ അങ്ങ് തീർത്താലോ? അതിലെനിക്കത്ര വിശ്വാസം പോരാ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള ചാൻസ് ഒത്തു കിട്ടണ്ടേ? ഓണസദ്യയിൽ വിഷം ചേർത്ത് അപർണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നിലിറങ്ങുമായിരുന്നു. ചേട്ടായി, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. തോൽക്കാൻ മനസ്സിലെ സേതുപതിക്ക്. പപ്പ എന്താ ഇതുവരെ വരാത്തെ? പായസത്തിന്റെ ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പുമോൾ അടുക്കളയിൽ സഹായിക്കുവോ? ആ അതെ, രാവിലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അടുക്കള ജോലി ഒട്ടുമിക്കതും ചെയ്യും. പാചകം മിക്കവാറും എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി അടുക്കളയിലെ പണി എടുപ്പിക്കാൻ പറ്റൂല്ല കേട്ടോ. അതോർത്ത് ആമി പേടിക്കണ്ട. ആ പേടി എനിക്കില്ല കുഞ്ഞ. എന്നെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് മമ്മി അവളെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പാ. ആ വിശ്വാസത്തിന് കോട്ടം വരില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. മമ്മീന്ന് വെച്ചാ അപ്പൂന് ഭയങ്കര ജീവന. പ്രഭ ഇല്ലാത്തോണ്ട് ഒരു ഓളവും ഇല്ല. തിരുവോണം പ്രഭയ്ക്ക് അവരുടെ തറവാട്ടില്ല. പണ്ടേ അങ്ങനെയാ. ഇപ്പോഴാണെങ്കി പ്രഭയ്ക്ക് ഒരു മുത്തശ്ശിയുണ്ട്, വയ്യാതെ കിടക്കുവോ. അതുകൊണ്ടാ. എനിക്ക് പിന്നെ ഓണവും വിഷുവും എല്ലാം ഇവിടെ തന്നെയാ. ഈ വീട് വിട്ടേ ഒരു ജീവിതം ഇല്ലെന്ന് പറയുന്നതാ ശരി. ബാലുവിന്റെ അച്ഛൻ മരിച്ച ശേഷം വർഷങ്ങളോളം ഞാൻ ഈ ഗേറ്റ് വിട്ട് പുറത്തു പോയിട്ടില്ല. അന്ന് ആകെയുള്ള ആശ്വാസം ബാലുവായിരുന്നു. അവൻ ചെറിയ കുട്ടിയല്ലേ. ബാലുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? 2 ദിവസം മുമ്പ് വക്കീൽ ഇവിടെ വന്നിരുന്നു. ജാമ്യം കിട്ടുമെന്നാ പറഞ്ഞത്. പിന്നെ വക്കീല് വിളിച്ചില്ല. ഇനി ബാലുവിന്റെ കാര്യം ഓർത്തിട്ടാണോ പപ്പ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്? ഏയ്, അതൊന്നുമല്ല. നേരത്തെ ഇവിടെ വന്നിരുന്ന് മുഷിയുണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കല്യാണത്തിന്റെ കാര്യത്തെ പപ്പ എതിർത്ത് നിന്നപ്പോ ഞാനും വല്ലാതെ വിഷമിച്ചു പോയി. ചേട്ടന് പിന്നീട് തോന്നിക്കാണും പിടിച്ച മുയലിന് കൊമ്പില്ലാന്ന്. അതാ ഒത്തീർപ്പായിട്ട് വന്നത്. എനിക്കിപ്പോ ഒരു സമാധാനമുള്ളത് എന്താന്നറിയോ? എനിക്ക് പകരം അവിടെ മമ്മിയുണ്ട്. ഇവിടെ ഇല്ലാത്തൊരാൾ കൂടി സൊനാലിയിലുണ്ട് അവൾക്ക്. പപ്പ. അച്ഛന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ അപ്പൂന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള സമയത്ത് ആ കുറവ് നികത്തും സിദ്ധുവിന്റെ പപ്പ. അതൊരു വലിയ ആശ്വാസമാ. പിന്നെ സിദ്ധുവിന്റെ മമ്മിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അപ്പൂനെ ഇങ്ങോട്ടേക്ക് അയക്കണം. അതിലേറെ സമയം എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ അപ്പു ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ കഴിയുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അതിനെന്താ, മോൾക്ക് എപ്പോ വേണേലും ആമിയെ വന്ന് കാണാലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ആമിയും സൊണാലിയിലേക്ക് പോര്. നമുക്ക് അവിടെ കൂടാം. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു ഏടത്തി. ആമി വാന്നേ. അതെന്തായാലും ഇല്ല. ബാലുവിന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാ ഇത്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. എന്റെ ഓണവും വിഷുവും എല്ലാം ഈ വീട്ടിൽ തന്നെയാ. അല്ലെങ്കിലും എന്റെ സന്തോഷമല്ല, എനിക്ക് വലുത് എന്റെ അപ്പൂന്റെ സന്തോഷമാ. അത് കണ്ടാ മതി എനിക്ക്. അത് മാത്രം മതി. ആമിയുടെ ഓണം അതാ. സ്മൈൽ. ബാ, ഇനി നമുക്കൊരു സെൽഫി എടുക്കാം. അതെ, മാഷ് ഓണം കൂടാൻ വന്നാണോ അതോ ഫോട്ടോ എടുക്കാനും എന്റെ അടുത്ത് എങ്ങനെ കൊഞ്ചാനും കൊഴയാനും വന്നതാണോ?
അതെ, ഈ ഓണത്തിനല്ലേ ഇങ്ങനെയൊക്കെ പറ്റൂ. അതെന്താ? അടുത്ത ഓണം ആവുമ്പോഴേക്കും നാട് വിട്ടു പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അതല്ലടോ, ഈ കല്യാണത്തിന് മുമ്പ് നമുക്കിനി ഓണം കിട്ടില്ലല്ലോ. കിട്ടുമോ? വിവാഹത്തിന് മുമ്പുള്ള ഓണവും വിവാഹത്തിന് ശേഷമുള്ള ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അടുത്തൊരു ഓണം ആവുമ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞുകുട്ടി പരാധീനമൊക്കെ ആവില്ലേ? എങ്ങനെ 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 അല്ല, എന്താ പറഞ്ഞ്? ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ആവൂലോ. അതെ, ഇതിപ്പോ പല തവണയായിട്ട് പറയുന്നുണ്ടല്ലോ. കാര്യമൊക്കെ ശരിയാ. ഒരു 3 വർഷത്തേക്ക് കുട്ടി എന്നൊരു വാക്കിനി മിണ്ടിപ്പോയി. ഓക്കെ, എന്നാ ബേബി എന്ന് പറയാം. പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു 3 വർഷം കഴിഞ്ഞ് മതി സിദ്ധുവേട്ടാ കുഞ്ഞുങ്ങള്. അപ്പോഴേക്കും നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടാവണം. സൊനാലി ഫാബു ആയിട്ട് ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടിയാലൊന്നും പോരാ. ഇപ്പോ ഫാമിലി ബിസിനസ്മാൻ എന്ന ലേബല്ല സിദ്ധുവേട്ടൻ അറിയപ്പെടുന്നത്. കെയർ ഓഫുകളൊക്കെ ഒരു പരിധി വരെ ആവാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു അഡ്രസ് വേണം. നമ്മുടെ പേരിൽ നമ്മുടെ പേരൻസ് അറിയപ്പെടണം. സേതുപതി നാരായണന്റെ മകൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്നവര് നാളെ പപ്പയെ കാണുമ്പോ അതാ ബിസിനസ് മാഗ്നറ്റ് സിദ്ധാർത്ഥ് നാരായണന്റെ ഫാദർ സേതുപതി എന്ന് അഭിമാനത്തോടെ പറയണം. നീ ഭയങ്കര മെച്ചൂർഡായിട്ട് സംസാരിക്കണ്ടല്ലോ. ഇത്രയും പക്വതയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെറും വായാടി പെണ്ണാന്ന് വിചാരിച്ചോ? പപ്പ സ്വപ്നം കണ്ട ഉയരങ്ങളിലേക്ക് സിദ്ധേട്ടന് എത്താൻ തോന്നുന്നുണ്ടോ? പപ്പയുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യുക മാത്രമല്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളില്ലേ. ബിസിനസ്സിലെ ഉയരങ്ങളിലേക്കാളും ഞാൻ സ്വപ്നം കണ്ടത് ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ്. ഓഫ് റോഡ്. അതിന്റെ ഒരു ത്രില്ല് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. കുന്നുനിറയിലൂടെ വണ്ടി ഓടിച്ചുള്ളൊരു യാത്ര, ആ ഫീൽഡിലെ സൗഹൃദങ്ങൾ. കൂട്ടത്തില് തനുശ്രീ അല്ലേ? ഇപ്പൊ എന്തിനാ അയാളുടെ പേര് പറയുന്നത്? അതെന്താ ഫീൽ ചെയ്തോ? നമുക്ക് ആ ടോപ്പിക്ക് വിടാം. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് ഓണം ആഘോഷിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കില്ലാന്ന്. അതങ്ങേ മനസ്സിൽ വെച്ചാ മതി. only after 3 years. അത് കഴിഞ്ഞ് മാത്രമേ ആ മോഹം പൂവണിയുള്ളൂ മോനെ. അതെ, ചുമ്മാ അങ്ങ് വാശി പിടിപ്പിക്കല്ലേ.